ഹലോ, ഞാൻ ഡോക്ടർ ടാനിയാലിസ് മാത്യു, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ക്യൂട്ടിസ് ഇന്റർനാഷണൽ കൊച്ചി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കീലോയിഡ്സ് ആൻഡ് ഹൈപ്പർട്രോഫിക് സ്കാർസിനെ കുറിച്ചാണ്. സാധാരണ ഒരു മുറിവ് വന്നാൽ അത് ഹീലാകുന്നത് കൊളാജൻ ഫോം ചെയ്തിട്ടാണ്. കീലോയിഡ്സ് അല്ലെങ്കിൽ ഹൈപ്പർട്രോഫിക് സ്കാർസ് കാണുന്ന ആൾക്കാരിൽ ഈ വൂണ്ട് ഹീലിംഗ് എന്ന് വെച്ചാൽ മുറിവുകൾ ഉണങ്ങുന്നത് എക്സസ് കൊളാജൻ ഫോം ചെയ്തിട്ടായിരിക്കും. അപ്പം ഇത് കൂടുതലും ജനറ്റിക് ആയിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമുള്ള ആൾക്കാരിലാണ് കാണുന്നത്. പിന്നെ ചില മുറിവുകൾ വന്നാൽ അത് പെട്ടെന്ന് ഉണങ്ങാതെ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഇഞ്ചുറി ഉണ്ടായി അല്ലെങ്കിൽ വീക്കം കൂടുതൽ എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ കൂടുതൽ ഉണ്ടായാലും ഈ കീലോയിഡ്സ് അല്ലെങ്കിൽ ഹൈപ്പർട്രോഫിക് സ്കാർസ് എന്ന് വെച്ചാൽ സ്കാർസ് ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ കീലോയിഡ്സും ഹൈപ്പർട്രോഫിക് സ്കാർസും കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നിൽ ടെൻസ് ആയിട്ട് അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഏരിയാസിലാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ചെസ്റ്റ് ഏരിയയിൽ, അപ്പർ ബാക്കിൽ, ഷോൾഡർ ഏരിയാസിൽ, പിന്നെ നമ്മൾ കാതുകുത്ത് ഇയർലോബ് പിയേഴ്സിങ്സിലൊക്കെ കാണും. ഇതല്ലാതെ തന്നെ നമ്മൾ സർജറി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻസിഷൻ സൈറ്റിലും കാണാറുണ്ട്. വൺസ് കീലോയിഡ് അല്ലെങ്കിൽ സ്കാർ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈതർ മെഡിക്കലി അല്ലെങ്കിൽ സർജിക്കലി ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഇതിനു വേണ്ടി നമ്മൾ നമ്മുടെ ഡെർമറ്റോളജിസ്റ്റിനെ കാണണം. നമ്മുടെ ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സർട്ടൻ ക്രീംസ്, ഇഞ്ചെക്ഷൻസ് ഉണ്ടായിരിക്കും, സിലിക്കോൺ ജെൽ ഷീറ്റ്സ് കാണും, ക്രയോതെറാപ്പി കാണും, ലേസർ ഉണ്ടായിരിക്കും, സർജിക്കലി റിമൂവ് ചെയ്യേണ്ടി വരും. നമ്മൾ ഈ കീലോയിഡ്സും ഹൈപ്പർട്രോഫിക് സ്കാർസും എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? വൺസ് മുറിവുകൾ വന്നു കഴിഞ്ഞാൽ ഇതിനെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ നോക്കണം. ഈ മുറിവുകൾ കൂടുതൽ ഡ്രൈ ആകാതിരിക്കാനും അല്ലാതെ അതിനെ മോയിസ്റ്റ് ആയിട്ട് വെക്കാനും എന്ന് വെച്ചാൽ ഹൈഡ്രേഷൻ കൂടുതൽ കൊടുക്കാനും പിന്നെ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇതിനായിട്ട് സിലിക്കോൺ ജെൽ ഷീറ്റ്സ് അവൈലബിൾ ആണ്.